ഹലോ എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസിസ്റ്ററെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രാൻസിസ്റ്റർ, അതുപോലെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആരാണ് നോക്കൂ. ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെൻറ്റഡ് ഇൻ 1948 ബൈ ജെ ബാർഡീൻ ആൻഡ് W.H. ബ്രാറ്റീൻ. അതായത് ട്രാൻസിസ്റ്റർ ബാർഡീനാണ് ഇൻവെൻഷൻ ട്രാൻസിസ്റ്ററിൻ്റെ. ഈ ബാർഡീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് ആക്ച്വലി 2 തവണ നൊബേൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് ആര്, ഈ ബാർഡീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, 2 times അദ്ദേഹത്തിന് എന്താണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തം, അതുപോലെ ഒന്ന് എന്താണ് നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന BCS തിയറി. അതിൽ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ആരാണ്? ബാർഡീനാണ്, കൂപ്പർ ഷിയഫർ. ഓക്കെ, സോ ഇൻ 1948 ബാർഡീൻ ആൻഡ് W.H. ബ്രാറ്റൈൻ അവരെന്ത് നമ്മൾ ഇൻവെൻറ്റ് ചെയ്തു? ട്രാൻസിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തു. ട്രാൻസിസ്റ്റർ നമ്മൾ ലാബിലൊക്കെ കാണുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഇങ്ങനെയായിരിക്കും അല്ലേ. ട്രാൻസിസ്റ്ററിന് 3 ലെഗാണുള്ളത്. ഒന്ന് എന്താണ്? എമിറ്റർ ആണ്, ഒന്ന് ബേസ് ആണ്, ഒന്ന് കളക്ടർ ആണ്. സോ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് എഡ്ജസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. Transistor consists of 2 p-n junctions formed by sandwiching either p-type or n-type semiconductor between a pair of opposite types. Accordingly, these 2 types of transistors, namely NPN transistor and PNP transistor. അപ്പോൾ ട്രാൻസിസ്റ്ററിന് എങ്ങനെയാണ് 2 p-n ജംഗ്ഷൻ ഉണ്ട് ട്രാൻസിസ്റ്ററിൽ. ആ 2 p-n ജംഗ്ഷൻ എന്ത് ചെയ്യും? സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഐദർ പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബിറ്റ്വീൻ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് ടൈപ്പ്. അതായത് ഒന്നുമില്ലെങ്കിൽ NPN ആയിരിക്കും. അവിടെ എന്താണ്? 2 p-n ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇനി PNP ട്രാൻസിസ്റ്റർ ആകുമ്പോഴോ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, 2 p-n ജംഗ്ഷൻസിനെ സാൻഡ്വിച്ച് ചെയ്തിട്ട് 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സാണ് ഉള്ളത്, NPN ട്രാൻസിസ്റ്റർ ആസ് വെൽ ആസ് PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, ആൻഡ് NPN ട്രാൻസിസ്റ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 n-type semiconductors separated by a thin section of p-type, and a PNP transistor is formed by 2 p sections separated by a thin n section. അപ്പോൾ ഒരു PN ജംഗ്ഷൻ PNP ട്രാൻസിസ്റ്ററിൽ ഒരു PNP ട്രാൻസിസ്റ്റർ നോക്കൂ, ഒരു P റീജിയൻ ഉണ്ട്, ഇവിടെ ഒരു P റീജിയൻ ഉണ്ട്, നടുവിൽ എന്താണുള്ളത്? ഒരു N റീജിയൻ ഉള്ളത്. സോ ഒരു കളക്ടർ ഉണ്ട്, ഒരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്. നമ്മൾ 3 ലെഗ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. അതിൽ എന്തൊക്കെയാണ്? കളക്ടർ ഉണ്ട്, ബേസ് ഉണ്ട്, അതുപോലെ എമിറ്റർ ഉണ്ട്. ഓക്കെ, നോക്കൂ, ഒരു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്ററിലുള്ള സൈൻ നോക്കൂ, ടുവേർഡ്സ് ആണ്. നോക്കൂ, എമിറ്ററിലുള്ള സൈൻ ആരോ മാർക്ക് ഇങ്ങടാണ്. അതുപോലെ തന്നെ ഒരു NPN ട്രാൻസിസ്റ്ററിലാണെങ്കിൽ നോക്കൂ എങ്ങനെയാണ്? എമിറ്റർ ടുവേർഡ്സ് ദ എമിറ്റർ ആണ് അവിടെയുള്ള ആരോയിൻ്റെ സൈൻ. നമ്മൾ ശ്രദ്ധിക്കണം, അത് ഒരു PNP ട്രാൻസിസ്റ്ററും ഒരു NPN ട്രാൻസിസ്റ്റർ തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. PNP ട്രാൻസിസ്റ്ററിൽ നടുവിലെ റീജിയൻ എന്താണ്? ബേസ് ആണ്. 2 എഡ്ജസ് എന്താണ്? കളക്ടറും എമിറ്ററും ആണ്. ഒരു NPN ട്രാൻസിസ്റ്ററിലോ 2 പോർഷൻ എന്താണ്? അപ്പുറത്തും ഇപ്പുറത്തും, അതായത് കളക്ടറും എമിറ്ററും എന്താണ്? N റീജിയൻ ആണ്. മിഡിൽ പോർഷൻ എന്താണ്? ബേസ് P റീജിയൻ ആണ്. ഇവിടെ കളക്ടറും നമ്മുടെ PNP ട്രാൻസിസ്റ്ററിൽ സൈൻ എങ്ങനെയാണ്? ആരോ മാർക്ക് എങ്ങനെയാണ്? ടുവേർഡ്സ് ദ എമിറ്റർ ആണ്. പിന്നെ NPN-ലാണെങ്കിലോ പുറത്തേക്കാണ് അവിടുത്തെ ആരോ മാർക്ക്. അപ്പോൾ ഒരു PNP ട്രാൻസിസ്റ്ററേയും ഒരു NPN ട്രാൻസിസ്റ്ററി കാണുമ്പോൾ നമുക്ക് എന്താണ്? അവരുടെ ഫിഗർ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു there are 2 p-n junctions. Therefore, a transistor may be regarded as a combination of 2 diodes connected back to back. 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം? ഈ പറയുന്ന ട്രാൻസിസ്റ്ററെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, there are 3 terminals. ഒരു ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽ ഉണ്ട്. ഇനി ഏതൊക്കെയാണ്? മിഡിൽ സെക്ഷൻ ഈസ് എ വെരി തിൻ ലെയർ. മിഡിൽ ആയിട്ടുള്ള പോർഷൻ എങ്ങനെയാണ്? തിന്നാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഫങ്ഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ. മിഡിൽ പോർഷൻ എങ്ങനെയാണ്? 3 ടെർമിനൽസ് ഉണ്ട്. ആരൊക്കെയാണ്? കളക്ടർ, ബേസ്, അതുപോലെ എമിറ്റർ. ബേസ് പോർഷൻ എങ്ങനെയായിരിക്കും? തിന്നായിരിക്കും. ഇനി
ട്രാൻസിസ്റ്റർ ദ ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷൻ, അതായത് ട്രാൻസിസ്റ്ററിൽ നമ്മൾ പറഞ്ഞു 3 റീജിയനാണുള്ളത്. ഒരു കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ടായിരിക്കും, ഒരു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇനി ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷൻ ഈസ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് whereas a reverse biased junction has a ഹൈ റെസിസ്റ്റൻസ് പാത്ത്. ഒരു ട്രാൻസിസ്റ്ററിൽ ഫോർവേഡ് ബയസ്ഡ് റീജിയൻ ഉണ്ടായിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള റീജിയനും ഉണ്ടായിരിക്കും. ഫോർവേഡ് ബയസ്ഡ് റീജിയൻ എങ്ങനെയായിരിക്കും? അയാളുടെ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും, ലോ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും. റിവേഴ്സ് ബയസ്ഡ് റീജിയൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് പാത്ത് ആയിരിക്കും. The weak signal is introduced in the low resistance path and the output is taken from the high resistance path. Weak signal എങ്ങനെയാണ്? ലോ റെസിസ്റ്റൻസ് പാത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത്. ഓക്കെ, therefore a transistor transfers a signal from a low resistance to high resistance. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ട്രാൻസ്ഫർ എ സിഗ്നൽ ഫ്രം എ ലോ റെസിസ്റ്റൻസ് ടു എ ഹൈ റെസിസ്റ്റൻസ്. The prefix trans means the signal transfer property of the device, while ester classifies it as a solid element in the same general family with resistor. So trans എന്ന് പറയുന്നത്, ട്രാൻസ് മീൻസ് എന്താണ്? സിഗ്നൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഓഫ് ദ ഡിവൈസ്, വൈൽ ester classify it as a solid element in the same general family of resistor. So റെസിസ്റ്ററിൻ്റെ ഫാമിലി തന്നെയാണെന്ന് കാണിക്കാനാണ് ഇസ്റ്റർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ട്രാൻസ് മീൻസ് എന്താണ്? സിഗ്നൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഓഫ് ദ ഡിവൈസ് ആണ്. ക്ലിയർ? ഇനി ട്രാൻസിസ്റ്റർ ടെർമിനൽസ് നമ്മൾ പറഞ്ഞു, അതായത് ട്രാൻസിസ്റ്റർ NPNും PNPയും ഉണ്ട് അല്ലേ? അവർക്ക് എന്താണ്? 3 സെക്ഷൻ ഉണ്ട്. 3 സെക്ഷൻ. ദ സെക്ഷൻ ഓൺ വൺ സൈഡ് ഈസ് എമിറ്റർ ആൻഡ് ദ സെക്ഷൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഈസ് കളക്ടർ. നടുവിൽ എന്താണ്? ബേസ് ആണ്. അപ്പുറം ഇപ്പുറം എന്താണ്? കളക്ടറും ഉണ്ട്, അതുപോലെ എമിറ്ററും ഉണ്ട്. ഓക്കെ, ദ മിഡിൽ സെക്ഷൻ ഈസ് കോൾഡ് ദ ബേസ് ആൻഡ് ഫോംസ് 2 ഫങ്ഷൻസ് ബിറ്റ്വീൻ ദ എമിറ്റർ ആൻഡ് കളക്ടർ. ഇനി എമിറ്ററിനെ കുറിച്ച് നോക്കാം. The side on one side that supplies charge carriers is called emitter. So emitter എന്ത് ചെയ്യുന്നു? It supplies the charge carriers. Charge carriersനെ സപ്ലൈ ചെയ്യുന്നു. അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? എമിറ്റർ എന്ന് പറയുന്നത്. എമിറ്റർ supplies the charge carriers. ഇനി the emitter is always forward biased with respect to base so that it can supply a large number of majority carriers. എമിറ്ററിന് എപ്പോഴും എങ്ങനെയായിരിക്കും എമിറ്റർ ഉണ്ടാവുക? അയാൾ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും എമിറ്റർ എപ്പോഴും ഉണ്ടായിരിക്കുക. അത് കാരണം എന്താണ്? അയാൾക്ക് ഒരുപാട് ചാർജസിനെ അല്ലെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി കളക്ടറെ കുറിച്ച് നോക്കാം. The section on other side that collects the charges is called collector. അപ്പോൾ കളക്ടർ എന്ത് ചെയ്യുന്നു? കളക്ടർ collects the charges. The collector is always reverse biased. എമിറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയസ്ഡിലായിരിക്കും എപ്പോഴും ആരുണ്ടാവുക? കളക്ടർ ഉണ്ടാവുക. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു റിമൂവ് ചാർജ് ഫ്രം ഇറ്റ്സ് ജംഗ്ഷൻ വിത്ത് ദ ബേസ്. അപ്പോൾ കളക്ടർ എപ്പോഴും എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയസ്ഡിലായിരിക്കും കളക്ടർ ഉണ്ടാവുക. ബേസ്, മിഡിൽ ആയിട്ടുള്ള പോർഷനെയാണ് ബേസ് എന്ന് പറയുക. ദ മിഡിൽ സെക്ഷൻ വിച്ച് ഫോംസ് ദ 2 PN ജംഗ്ഷൻസ് ബിറ്റ്വീൻ ദ എമിറ്റർ ആൻഡ് ദ കളക്ടർ ഈസ് കോൾഡ് ബേസ്. അപ്പോൾ മിഡിൽ സെക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? അതായത് ബേസ് എന്ന് വിളിക്കുന്നത്. ദ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് allowing the low resistance for the emitter current. അപ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, the base collector junction is reverse biased and provides high resistance in the circuit. So base collector junction എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതുപോലെ ബേസ് എമിറ്റർ ജംഗ്ഷൻ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്ററിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. PNP ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്ററിൽ 3 പോർഷനാണുള്ളത്. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. The transistor has 3 regions, namely emitter, base as well as collector. 3 region ആണുള്ളത്. The base is much thinner than the emitter while collector is wider than both. അപ്പോൾ ബേസ് എങ്ങനെയാണ്? തിന്നായിരിക്കും. കളക്ടർ എങ്ങനെയായിരിക്കും? വൈഡർ ആയിരിക്കും. ബേസ് എമിറ്ററിനേക്കാൾ തിന്നായിരിക്കും, അതേ സ്ഥാനത്ത് കളക്ടർ എങ്ങനെയായിരിക്കും? വൈഡർ ആയിരിക്കും. ഓക്കെ, however, for the sake of convenience, it is customary to show emitter and collector to be of equal size. പക്ഷേ നമ്മൾ ഫിഗർ ഡയഗ്രാമാറ്റിക്കലി വരയ്ക്കുമ്പോൾ
എമിറ്ററും കളക്ടറും ഏകദേശം ഒരേപോലെ തിക്നെസ്സിലാണ് നമ്മൾ വരയ്ക്കുക. The emitter is heavily doped so that it can inject a large number of charge carriers into base. അപ്പോൾ എമിറ്ററിൻ്റെ ഡോപ്പിങ്ങിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ ബേസിലേക്ക് അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ദ ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. ബേസിന് എങ്ങനെ ഡോപ്പിംഗ് വരിക? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, ബേസ് തിന്നാണ്. ഇറ്റ് പാസസ് മോസ്റ്റ് ഓഫ് ദ എമിറ്റഡ് ഇൻജക്റ്റഡ് ചാർജ് കാരിയേഴ്സ് ടു കളക്ടർ. അയാൾ മോസ്റ്റ് ഓഫ് ദ ചാർജ് കാരിയേഴ്സിനെ കളക്ടറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കളക്ടർ ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒന്നും കൂടി നോക്കാം. എമിറ്റർ എങ്ങനെയാ? ഹെവിലി ഡോപ്ഡ് ആണ്. ബേസ് എങ്ങനെയാ? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. കളക്ടർ എങ്ങനെയാ? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡോപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. പിന്നെ transistor has two PN junctions, that is, it is like two diodes. The junction between emitter and base may be called emitter base diode or simply emitter diode. അപ്പോൾ രണ്ട് ഡയോഡ് ചേർത്ത് വെച്ചതാണോ ട്രാൻസിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനെ അല്ലെങ്കിൽ എമിറ്റർ ബേസ് ഡയോഡ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് വിളിക്കാം? എമിറ്റർ ഡയോഡ് എന്ന് വിളിക്കാം. The emitter diode is always forward biased while the collector diode is always reverse biased. So, emitter diode എല്ലായ്പ്പോഴും forward biased ആയിരിക്കും. കളക്ടർ ഡയോഡ് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. The resistance of emitter diode is very small as compared to the കളക്ടർ ഡയോഡ്. അപ്പോൾ ഒരു പി എൻ പി ട്രാൻസിസ്റ്ററിൻ്റെയും എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പി എൻ പി ട്രാൻസിസ്റ്റർ പറയുമ്പോൾ രണ്ട് കളക്ടറും എമിറ്ററും എന്തായിരിക്കും? പി റീജിയൻ ആയിരിക്കും, ബേസ് എൻ റീജിയൻ ആയിരിക്കും. എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ കളക്ടറും എമിറ്ററും എങ്ങനെയായിരിക്കും? കളക്ടർ എമിറ്റർ എൻ റീജിയൻ ആയിരിക്കും, ബേസ് പി റീജിയൻ ആയിരിക്കും. Therefore, forward bias applied to the emitter diode is generally very small, whereas the reverse bias on the collector diode is very much higher. Okay, ഇനി എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ആക്ഷൻ എന്ന് നോക്കാം. The emitter base junction of a transistor is forward biased while collector base junction is reverse biased. The current in the collector circuit depends on the emitter current. അപ്പോൾ കളക്ടർ കറണ്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമിറ്റർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. If emitter current is 0, then collector current is nearly 0. എമിറ്റർ കറണ്ട് 0 ആയിക്കഴിഞ്ഞാൽ കളക്ടർ കറണ്ടും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. However, if the emitter current is 1 milliampere, then collector current is also 1 milliampere. This is precisely what happens in a transistor. Okay, if the emitter current is 1 milliampere, then collector current is also 1 milliampere. So, next we are moving on to the working of a NPN transistor. In the case of NPN transistor, നോക്കൂ, N region ഉണ്ട്, രണ്ട് N regions മാർക്ക് ചെയ്തിട്ടുണ്ട്. There is a P region. Okay, N regionസിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, P regionിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. പിന്നെ എന്ത് വരുന്നു? ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. N region ഇവിടെ അതായത് ഫോർവേഡ് ബയസിങ് ആണ്. സോ നമ്മുടെ വോൾട്ടിൻ്റെ അല്ലേ എന്തായിരിക്കും? നെഗറ്റീവ് റീജിയൻ ആയിരിക്കും ഇവിടെ എന്നിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇവിടെയോ ഈ റീജിയൻ എങ്ങനെയാണ്? റിവേഴ്സ്ലി ബയസ്ഡ് ആണ്. കാരണം എൻ റീജിയനിലേക്ക് നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവ് റീജിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയോ നെഗറ്റീവ് റീജിയൻ ആണ്. ഈ ഭാഗം ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ഈ ഭാഗം റിവേഴ്സ്ഡ് ബയസ്ഡ് ആയിരിക്കും. എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ത് ചെയ്യും? എൻ റീജിയനിൽ നിന്ന് മെജോറിറ്റി കാരിയേഴ്സിനെ പി റീജിയനിലേക്ക് നമുക്ക് ഫോം ചെയ്യും. അവിടെ ഒരു ഡിപ്ലഷൻ ലെയർ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ ആക്ഷൻ നടക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. The forward bias causes the electrons in the n-type emitter to flow towards the base. അപ്പോൾ എൻ ടൈപ്പിലുള്ള അല്ലെ എമിറ്ററിലാണ് എൻ ടൈപ്പ്, അവിടെയുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ബേസിലേക്ക് പോകാൻ അനുവദിക്കും. ദിസ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ദ എമിറ്റർ കറണ്ട്. അതാണ് നമ്മുടെ എമിറ്റർ കറണ്ട് IE കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആള്. ഓക്കെ, ആസ് ദീസ് ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദ പി ടൈപ്പ് ബേസ് they tend to combine with the holes. അപ്പോൾ അയാൾ പി ടൈപ്പ് റീജിയനിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അയാൾ ഹോൾസുമായി കമ്പൈൻ ചെയ്യും. ഓക്കെ,
As the base is lightly doped and very small, in this way, almost the entire emitter current flows into the collector circuit. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എമിറ്റർ കറൻറ്റ് എല്ലാം എങ്ങോട്ട് വരും? കളക്ടർ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എമിറ്റർ കറൻറ്റ് ഈസ് ദ സം ഓഫ് കളക്ടർ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. എമിറ്റർ കറൻറ്റ് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. ഇറ്റ് ഈസ് ഈക്വൽ ടു ബേസ് കറൻറ്റ് പ്ലസ് കളക്ടർ കറൻറ്റ്. സോ എമിറ്റർ കറൻറ്റ് ഈസ് ഈക്വൽ ടു ബേസ് കറൻറ്റ് പ്ലസ് കളക്ടർ കറൻറ്റ്. ഇതേ പ്രോസസ്സാണ് PNP ട്രാൻസിസ്റ്ററിൽ നടക്കുക. 2 P റീജിയനാണ് ഉള്ളത്. ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആണ്, ഇവിടെ റിവേഴ്സ് ബയസ്ഡ് ആണ്. കറൻറ്റിൻ്റെ ഡയറക്ഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. IE കറൻറ്റിൻ്റെ ഡയറക്ഷൻ, അതുപോലെ IB എന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ IC കളക്ടർ കറൻറ്റിൻ്റെയും ഡയറക്ഷൻ. ക്ലിയർ? ദ ഫോർവേഡ് ബയസ് കോസസ് ദ ഹോൾസ്. അവിടെ P റീജിയനിൽ ഹോൾസ് ആയിരിക്കും കൂടുതൽ. emitter to flow towards the base. This constitutes the emitter current. അപ്പോൾ ആ ഹോൾസിൻ്റെ ഫ്ലോ മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? എമിറ്റർ കറൻറ്റ് IE എന്ന് പറയുന്നത്. ആസ് ദീസ് ഹോൾസ് ക്രോസ് ഇൻ ടു എൻ ടൈപ്പ് ബേസ്, ദേ ടെൻഡ് ടു കമ്പൈൻ വിത്ത് ദ ഇലക്ട്രോൺസ്. അവർ ഇലക്ട്രോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആസ് ദ ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ് ആൻഡ് വെരി തിൻ, ദെർഫോർ ഓൺലി ഫ്യൂ ഹോൾസ് കമ്പൈൻ വിത്ത് ഇലക്ട്രോൺസ്. ഓക്കെ. The remainder cross into the collector region to constitutes the collector current IC. അപ്പോൾ അവിടെ കളക്ടർ കറൻറ്റ് IC ഉണ്ടാകുന്നു. In this way, almost the entire emitter current flows into the collector circuit. So, almost IE, it flows as IC, collector current. So, the current conduction between the PNP transistor is by holes. എന്ത് കാരണമാണ്? ഹോൾസ് കാരണമാണ് PNP ട്രാൻസിസ്റ്ററിൽ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. However, in the external connecting wires, the current is still by electrons. Okay? അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്ഷൻ നമ്മൾ നേരത്തെ ഡെബിക്റ്റ് ചെയ്തതാണ്. അത് ഒന്നും കൂടി ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. P ടൈപ്പ് റീജിയൻ ഉണ്ട്, N ടൈപ്പ് റീജിയൻ ഉണ്ട്, അല്ല 2 P ടൈപ്പ് റീജിയൻ ഉണ്ട്. അതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. കറൻറ്റ് Iയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, IB ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ICയുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ പറഞ്ഞു ഈ റീജിയൻ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഈ റീജിയനോ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ക്ലിയർ? The input circuit has low resistance because of the forward biased, whereas output circuit has high resistance due to reverse bias. അപ്പോൾ ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ്. അയാൾ എങ്ങനെയായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അയാളുടെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ നോക്കൂ, നമ്മുടെ ഔട്ട്പുട്ട് സർക്യൂട്ട് കളക്ടർ ബേസ് സർക്യൂട്ടാണ്. അതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അയാൾ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. As we have seen, the input emitter current almost entirely flows in the collector circuit. Okay? Therefore, a transistor, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാർഡീൻ ഇൻവെൻറ്റ് ചെയ്ത ട്രാൻസിസ്റ്റർ 3 ലെഗുള്ള എമിറ്റർ ബേസ് ജംഗ്ഷൻ, അല്ല എമിറ്ററും ബേസും കളക്ടറും ഉള്ള ട്രാൻസിസ്റ്ററുകളെ കുറിച്ചിട്ടാണ്. എ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് ദ ഇൻപുട്ട് സിഗ്നൽ കറൻറ്റ് ഫ്രം എ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ടു എ ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ട്. അയാൾ ഒരു ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നിന്ന് ഒരു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിലേക്ക് ഇൻപുട്ട് സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് ഈസ് ദ കീ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ദ ആംപ്ലിഫൈയിങ് കപ്പാബിലിറ്റി ഓഫ് എ ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യും. അതാണ് ആംപ്ലിഫയർ ആവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കേട്ടത്. എന്താണ് ട്രാൻസിസ്റ്റർ? അയാളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? അയാൾക്ക് എത്ര ലെഗുകളുണ്ട്? ടെർമിനൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ PNP ട്രാൻസിസ്റ്റർ എന്താണ്? NPN ട്രാൻസിസ്റ്റർ എന്താണ്? എങ്ങനെയാണ് ഡയഗ്രാമാറ്റിക്കലി ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക? ഓക്കെ. എങ്ങനെയായിരിക്കും അവരുടെ ബയസ് ചെയ്തിരിക്കുക? ഇവ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.